രാജ്യം ദുഃഖത്തിലായി. അനന്തരാജന്റെ മകൾ നീലേവനി കണ്ടാൽ ആരും മോഹിച്ചു പോകുന്ന സുന്ദരിയും ധീരയുമായ അവൾ വെറും സൗന്ദര്യമല്ല, മറിച്ച് കൃപ, ശക്തി, വിധിയുടെ ആഴത്തിലുള്ള ബോധം എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു സ്ത്രീയാണ്. അവൾ പ്രവേശിക്കുന്ന ഏതൊരു സഭയിലും അവളുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ സൗന്ദര്യം ഒരിക്കലും വ്യർത്ഥമല്ല, അത് ചുറ്റുമുള്ളവരെ ആകർഷിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജ്വാല പോലെയാണ്. അവളുടെ മുഖം തിളക്കമുള്ളതാണ്. മിനുക്കിയ പട്ടുപോലെ തിളങ്ങുന്ന നീണ്ട കറുത്ത മുടിയിൽ മുല്ലപ്പൂക്കൾ കെട്ടിയിരിക്കുന്നു. പലപ്പോഴും അലങ്കാരമില്ലാതെ, അല്ലെങ്കിൽ ഉത്സവങ്ങളിൽ പൂക്കളാൽ കിരീടമണിഞ്ഞിരിക്കുമ്പോൾ കൊട്ടാരത്തിലും രാജ്യത്തും ആത്മവിശ്വാസം പകരുന്നു. കണ്ണുകൾ വിടർന്ന താമര ഇതൾ പോലെയാണ്. ആർദ്രതയും ഉഗ്രമായ ദൃഢനിശ്ചയവും നിലനിർത്താൻ കഴിവുള്ളവ. അവൾ പുഞ്ചിരിക്കുമ്പോൾ അത് മൃദുലവും തിളക്കമുള്ളതുമാണ്. പക്ഷേ ഉറച്ചു നിൽക്കുമ്പോൾ നോട്ടം ശക്തരായ യോദ്ധാക്കളെപ്പോലും നിശബ്ദമാക്കുന്നു. ചുണ്ടുകൾ കൊത്തിയെടുത്ത പവിഴം പോലെയാണ്. ചർമ്മം അവളുടെ ജന്മനാടിന്റെ മൃദുവായ സ്വർണ്ണ സന്ധ്യ പോലെ തിളങ്ങുന്നു. എന്നാൽ സജീവമായിരുന്ന കൊട്ടാരം തന്റെ അച്ഛന്റെ വിയോഗത്താൽ ഇരുണ്ടുപോയി. അതിന്റെ ഇടനാഴികൾ ദുഃഖത്താൽ പ്രതിധ്വനിച്ചു. പിതാവിന്റെ വിയോഗം, രാജ്യത്തിന്റെ ഭാരം തന്റെ ലോലമായ തോളിൽ വന്നു ചേർന്നു. ഈ ദുഃഖത്തിനിടയിൽ കൊട്ടാരമുറ്റത്ത് ഒരു അപരിചിതൻ എത്തി. അവൻ ഉയരവും ഗാംഭീര്യവുമായിരുന്നു. പൗരുഷവും മൂർച്ചയുള്ള കണ്ണുകൾ ഉരുക്കുപോലെ കഠിനമായിരുന്നു. വടക്കൻ പർവ്വതങ്ങളിൽ നിന്നുള്ള ഒരു യോദ്ധാവായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ചന്ദ്രശേഖര പട്ടേരി. ശക്തിയുടെയും വീര്യത്തിന്റെയും കഥകൾ മുൻപേ ഉണ്ടായിരുന്നു. ചന്ദ്രശേഖര പട്ടേരി അഗ്നിയിൽ നിന്നും അച്ചടക്കത്തിൽ നിന്നും കൊത്തിയെടുത്ത ഒരു യോദ്ധാവിന്റെ മൂർത്തിഭാവമാണ്. സംസാരിക്കുന്നതിന് മുമ്പുതന്നെ സാന്നിധ്യം ആദരിക്കപ്പെടുന്നതാണ്. ശക്തിയിൽ മാത്രമല്ല, സഹിഷ്ണുത, ത്യാഗം, ചുറ്റിപ്പറ്റിയുള്ള അചഞ്ചലമായ ഇച്ഛാശക്തി എന്നിവയുടെ പ്രഭാവലയത്തിലാണ്. വിശാലമായ തോളുകൾ, ശക്തമായ നെഞ്ച്, വർഷങ്ങളോളം വാളും പരിചയം ഉപയോഗിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയ കൈകൾ, ഒരു ക്ഷേത്രത്തിന്റെ കൽത്തൂണുകൾ പോലെയാണ് ശരീരം. ആഡംബരത്തിന്റെ മൃദുത്വമല്ല, മറിച്ചു പോരാടി രക്തം ചൊരിഞ്ഞ് സഹിച്ചുനിന്ന ഒരു മനുഷ്യന്റെ കാഠിന്യത്താൽ പേശികൾ ഇലകിമറിയുന്നു. നിൽക്കുമ്പോൾ ഉയരമുള്ള ശരീരം ഒരു പർവ്വതം പോലെ നിഴൽ വീഴ്ത്തുന്നു. നടത്തം ഉറച്ചതാണ്, ചലനങ്ങൾ കൃത്യമാണ്. ഓരോ ചുവടും പോരാട്ടത്തെയും മഹത്വത്തെയും സ്വീകരിച്ച ഒരു മനുഷ്യന്റെ ആത്മവിശ്വാസത്തെ പ്രതിധ്വനിപ്പിക്കുന്നു. മുഖത്ത് മൂർച്ചയും ഊഷ്മളതയും ഉണ്ട്. ശക്തമായ ഒരു താടിയല്ല് ഒരു രാജകീയ ധൈര്യം നൽകുന്നു. ചുരുളുന്ന കട്ടിയുള്ള മീശ അഭിമാനത്തിന്റെയും പുരുഷത്വത്തിന്റെയും അടയാളം. യുദ്ധയാത്രകളിൽ ചിലപ്പോൾ അവന്റെ താടി പരുക്കനായി വളരുന്നു. അത് അവനെ കൂടുതൽ ഭയാനകമായ ഒരു ഭാവം നൽകുന്നു. ആഴമേറിയതും തുളച്ചുകയറുന്നതുമായ കണ്ണുകൾ ഒരുപക്ഷെ ഏറ്റവും വലിയ സവിശേഷതയാണ്. അവയ്ക്ക് കോപത്തിൽ തീ പോലെ എരിയാൻ കഴിയും, പ്രണയത്തിൽ ചന്ദ്രപ്രകാശം പോലെ മൃദുലമാകാൻ കഴിയും, അല്ലെങ്കിൽ യുദ്ധത്തിൽ ഉരുക്ക് പോലെ കഠിനമാക്കും. മുടി നീളമുള്ളതും എന്നാൽ ശിരസിൽ കെട്ടി ഉറപ്പിച്ചതും കട്ടിയുള്ളതുമാണ്. എന്നിരുന്നാലും വിശ്രമ നിമിഷങ്ങളിൽ അത് ഒരു കൊടുങ്കാറ്റിന്റെ നിഴൽ പോലെ അവന്റെ നെറ്റിയിൽ വീഴുന്നു. ശരീരത്തിൽ മുറിവേറ്റ പാടുകൾ, ഓരോന്നും ഓരോ കഥ. ഓരോന്നും അവന്റെ പ്രതിരോധശേഷിയുടെ തെളിവാണ്. സൗന്ദര്യം കുറയ്ക്കുന്നതിനു പകരം ഈ പാടുകൾ കൂടുതൽ കാന്തികമാക്കുന്നു. കാരണം അവ അവന്റെ അതിജീവനത്തിന്റെയും വിജയങ്ങളുടെയും ഭാഷയാണ്. അവന്റെ അരികിൽ എപ്പോഴും ഒരു കുതിരയുണ്ട്, വീര. മനുഷ്യനെ പോലെ തന്നെ ഗംഭീരമായ ഒരു മൃഗം. കണ്ണുകൾ മൂർച്ചയുള്ളതും ബുദ്ധിമാനും ആണ്. യജമാനന്റെ അതേ തീയാൽ തിളങ്ങുന്നു. വീര ഒരു കുതിരയെപ്പോലെയല്ല, യുദ്ധത്തിനായി ജനിച്ച ഒരു പുരാണ ജീവിയെപ്പോലെയാണ് കാണപ്പെടുന്നത്. പേശികൾ ശക്തമാണ്. കുതിച്ചുചാട്ടം സമാനതകളില്ലാത്തതും വിശ്വസ്തത തകർക്കാൻ കഴിയാത്തതുമാണ്. ചന്ദ്രശേഖരനും വീരയും തമ്മിലുള്ള ബന്ധം മനുഷ്യനും മൃഗവും തമ്മിലുള്ളതല്ല, അടുത്തടുത്ത് പോരാടാൻ വിധിക്കപ്പെട്ട രണ്ട് യോദ്ധാക്കൾ. ചന്ദ്രശേഖരന്റെ വരവ് ദുഃഖിത നീലകേദാരപുരത്തിന് പ്രതീക്ഷയുടെ ഒരു തിലക്കം നൽകി. നീലേവനി കൊട്ടാര ജനാലയിലൂടെ മുറ്റത്ത് അദ്ദേഹത്തെ അഭിമാനത്തോടെയും ദൃഢനിശ്ചയത്തോടെയും നിൽക്കുന്നതായി കണ്ടു. ദുഃഖം ഉണ്ടായിരുന്നിട്ടും ആ മനുഷ്യനിലേക്ക് അവൾക്ക് ഒരു അനിർവചനീയമായ ആകർഷണം തോന്നി. ചന്ദ്രശേഖരൻ കൊട്ടാരം മുഴുവനും ഒന്ന് കണ്ണോടിച്ചു. കൊട്ടാരത്തിന്റെ മുകൾ നിലയിൽ ജനാലയിലൂടെ ഒരു സുന്ദരി യുവതി തന്നെ നോക്കുന്നതായി അയാൾ കണ്ടു. അവളുടെ കണ്ണുകളിലെ ശാന്തമായ ദയയാലുള്ള നോട്ടം അയാളുടെ പരുക്കൻ പെരുമാറ്റം മൃദുലമായി. രാജകുമാരിയുടെ സൗന്ദര്യവും സഹിഷ്ണുതയും ചന്ദ്രശേഖരനെയും ആകർഷിച്ചു. ചന്ദ്രശേഖരന്റെ വരവ് അവളുടെ ശക്തിയെ വർദ്ധിപ്പിച്ചു. അയാൾ അവളിലേക്ക് ആകർഷിക്കപ്പെട്ടു. ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ ചന്ദ്രശേഖരൻ കൊട്ടാരത്തിന്റെ സംരക്ഷകനായി. അനന്തരാജന്റെ ദീർഘകാല ശത്രുവായ രുദ്രപാണ്ഡി രാജാവിന്റെ മരണത്തെ മുതലെടുക്കാൻ ശ്രമിച്ചപ്പോൾ ചന്ദ്രശേഖരന്റെ ധൈര്യവും തന്ത്രപരമായ മനസ്സും പരീക്ഷിക്കപ്പെട്ടു. തന്ത്രശാലിയും ക്രൂരതയുടെയും തലവനായ രുദ്രപാണ്ഡി എപ്പോഴും നീല കേദാരപുരത്തെ കൊതിച്ചിരുന്നു.
ഇപ്പോൾ അവൻ കൊട്ടാരത്തിലേക്ക് ചാരന്മാരെ അയച്ചു, ഭയവും കെണിയും വിതറി. ചന്ദ്രശേഖരൻ രുദ്രപാണ്ഡിയുടെ പദ്ധതികളെ വേഗത്തിൽ പ്രതിരോധിച്ചു. ഓരോ വിജയത്തിലും കൊട്ടാരം കാവൽക്കാരുടെ വിശ്വാസവും നീലേവനിയുടെ പ്രശംസയും നേടി. പ്രക്ഷുബ്ധതകൾക്കിടയിൽ രാജകുമാരിയും യോദ്ധാവും തമ്മിൽ ഒരു ബന്ധം രൂപപ്പെടാൻ തുടങ്ങി. നിലാവെളിച്ചമുള്ള ആകാശത്തിനു കീഴിൽ അവർ ഒരുമിച്ച് നിമിഷങ്ങൾ. അവരുടെ സംഭാഷണങ്ങൾ പങ്കിട്ട സ്വപ്നങ്ങളുടെയും രാജ്യവിഷയങ്ങളും വിഷമങ്ങളും ആയിരുന്നു. ഒരു വൈകുന്നേരം അവർ പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ചന്ദ്രശേഖരൻ, രാജകുമാരി, നിങ്ങളുടെ ധൈര്യം എന്നെ പ്രചോദിപ്പിക്കുന്നു. എന്റെ അസ്വസ്ഥമായ ആത്മാവിനെ മെരുക്കാൻ കഴിയുന്ന ഒരാളെ ഞാൻ ഒരിക്കലും കാണുമെന്ന് കരുതിയിരുന്നില്ല. നീലേവനി അവന്റെ നേരെ തിരിഞ്ഞു, അവളുടെ കവിളുകൾ ചുവന്നു. എനിക്ക് എന്റെ പിതാമഹനെ നഷ്ടപ്പെട്ടതിനു ശേഷം സുരക്ഷിതത്വം തോന്നാൻ കഴിയുന്ന ഒരാളെ ഞാൻ കണ്ടെത്തുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല, അവൾ മറുപടി പറഞ്ഞു. ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ സ്നേഹം കൂടുതൽ ശക്തമായി, അനിശ്ചിതത്വത്തിന്റെ സമയത്ത് പ്രതീക്ഷയുടെ ഒരു ദീപസ്തംഭമായി. പക്ഷേ രുദ്രപാണ്ഡി വിശ്രമിക്കാൻ തയ്യാറായില്ല. തന്റെ പരാജയങ്ങളിൽ നിരാശനായ അദ്ദേഹം ഒരു സൈന്യം തീർത്ത് നീലകേദാരപുരത്തിനെതിരെ ശക്തമായ ആക്രമണം നടത്തി. ചന്ദ്രശേഖരൻ സേനാപതിയായി നിൽക്കുമ്പോൾ രാജ്യം യുദ്ധത്തിന് ഒരുങ്ങി. നിഷ്ക്രിയായി തുടരാൻ വിസമ്മതിച്ച നീലേവനി തന്റെ പിതാവിന്റെ കവചം ധരിച്ച് അവന്റെ അരികിൽ നിന്നു. അവളുടെ സാന്നിധ്യം സൈനികർക്ക് പ്രചോദനം നൽകി. യുദ്ധം കഠിനമായിരുന്നു. വാളുകൾ ഏറ്റുമുട്ടി, അമ്പുകൾ വർഷിച്ചു, വീര്യത്തിന്റെ നിലവിളികൾ വായുവിൽ നിറഞ്ഞു. ചന്ദ്രശേഖരൻ അതുല്യമായ ക്രൂരതയോടെ പോരാടി. അദ്ദേഹത്തിന്റെ ശക്തി യുദ്ധത്തിന്റെ ഗതി തിരിച്ചുവിട്ടു. പാരമ്യത്തിൽ അദ്ദേഹം രുദ്രപാണ്ഡിയെ ഒരു ക്രൂരമായ ദ്വന്ദ്വയുദ്ധത്തിൽ നേരിട്ടു. പോരാട്ടം ദീർഘവും കഠിനവുമായിരുന്നു. പക്ഷേ ചന്ദ്രശേഖരന്റെ വൈദഗ്ധ്യവും ദൃഢനിശ്ചയവും വിജയിച്ചു. അന്തിമവും നിർണായകവുമായ ഒരു പ്രഹരത്തിലൂടെ അദ്ദേഹം രുദ്രപാണ്ഡിയുടെ ജീവിതം അവസാനിപ്പിക്കുകയും രാജ്യത്തിന് സമാധാനം ഉറപ്പാക്കുകയും ചെയ്തു. നീലകേദാരപുരത്തെ ജനങ്ങൾ ചന്ദ്രശേഖരനെ ഒരു വീരനായി വാഴ്ത്തിക്കൊണ്ട് അവരുടെ വിജയം ആഘോഷിച്ചു. നീലയൗവനിയെ സംബന്ധിച്ചിടത്തോളം ആ യോദ്ധാവ് രാജ്യത്തിന്റെ രക്ഷകൻ മാത്രമല്ല, അവളുടെ ഹൃദയത്തിന്റെ രക്ഷകനുമായിരുന്നു. തുടർന്ന് കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തൂ. എല്ലാവർക്കും നന്ദി. ഹാപ്പി ഡേ.